എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ചിന്ത ഇറ്റലിയാണ്. ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ഒരു പതനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതാണ്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ആയിട്ട് ഇറ്റലിയുടെ സാന്നിധ്യം ഇല്ലായ്മ, ഇറ്റലിയുടെ പുവർ പെർഫോമൻസ്, അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ പതനം എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 വട്ടം ലോക ചാമ്പ്യന്മാരായ ഇറ്റലി ഇതപ്പം മൂന്നാമത്തെ വട്ടം അടുപ്പിച്ച് ലോകകപ്പിൽ ഇല്ലാത്തൊരവസ്ഥ. 2006 ഇറ്റലി കപ്പെടുത്തത്. 2006 ഇറ്റലി കപ്പെടുത്ത് 4ാമത്തെ ഫുട്ബോൾ കിരീടം ചൂടിയ ഇറ്റലി തുടർച്ചയായിട്ട് 3 വർഷം വേൾഡ് കപ്പിന് പോലും യോഗ്യത നേടിയില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്നതാണ്. അതുപോലെ 2026 ഈ വർഷം നടക്കുന്ന വേൾഡ് കപ്പ്, 2022, 2018, 2022 ദോഹയിൽ വെച്ചിട്ടും 2018 റഷ്യയിൽ വെച്ചിട്ടും 2026 ഈ വർഷം അമേരിക്ക ആ ബാങ്കിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിനും ഇറ്റലി ഇല്ല. 4 പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായി 4 വട്ടം കപ്പെടുത്ത ടീമാണ് ഇറ്റലി ഇല്ല. അതും ഈ ലോകകപ്പിൽ എന്ന് പറഞ്ഞാൽ 2026 അമേരിക്കയിലേക്ക് വെച്ച ലോകകപ്പിൽ 48 ടീമുകളായിട്ട് ഉയർത്തി. മുമ്പ് അത്ര ഉണ്ടാകുന്നില്ല. 48 ടീമുകളായിട്ട് ഉയർത്തിയിട്ട് പോലും ഇറ്റലി ഇല്ല. ഇറ്റലി ഇപ്പോൾ സാധാരണ ഒരു രാജ്യം പോലെ ഒരു ഫുട്ബോൾ ഭൂപടം നോക്കുമ്പോൾ സാധാരണ ഒരു രാജ്യമല്ല ഇറ്റലി. 4 വട്ടം ലോക ചാമ്പ്യന്മാരായിട്ടുള്ളതാണ്. 2021 യൂറോ കപ്പ് എടുത്തിട്ടുള്ളതാണ്. ഇമാതിരി പ്രധാനപ്പെട്ട ഇമാതിരി ഇമ്പാക്റ്റ് ഉള്ള ഇറ്റാലിയൻ ടീം തുടർച്ചയായിട്ടുള്ള 3 വർഷം, 1 വർഷമല്ല, തുടർച്ചയായിട്ടുള്ള 3 വട്ടം വേൾഡ് കപ്പിൽ ഇല്ല എന്നുള്ളത് പറയുന്നത്, വേൾഡ് കപ്പിൽ ഇല്ല എന്ന് പറയുന്നത് തന്നെ അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇപ്പോൾ അവർ പുറത്തായ ആ മത്സരം നോക്ക്. ആ ടീമിനൊക്കെതിരായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി പുവർ പെർഫോമൻസ് ആണ് ഇറ്റലി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 1-1 സമനില, പെനാൽറ്റി ഷൂട്ടൗട്ട് നോക്കുന്നു. ഇതെന്തിനും പിന്നെ ഷൂട്ടൗട്ടിക്ക് എത്തിക്കേണ്ട കാര്യം എന്താണുള്ളത്? അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഈവൻ 77ാമത്തെ ഫിഫ റാങ്കിൽ 77ാമത്തെ റാങ്ക് കിട്ടുള്ള ടീമിനായിട്ടാണ് ഇറ്റലി തോറ്റത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലി ഏതാ? എനിക്ക് തോന്നുന്നു ടോപ്പ് 10 ഇറ്റലി ഉണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വലിയ രാജ്യമൊന്നുമല്ല. ഇപ്പോൾ ഇറ്റലി ബ്രസീലായിട്ടോ അല്ലെങ്കിൽ ഇറ്റലി പോർച്ചുഗലായിട്ടോ ഇംഗ്ലണ്ടായിട്ടോ സ്പെയിനായിട്ടൊന്നുമല്ല മത്സരിക്കുന്നത്. 77ാം റാങ്കിലുള്ള ടീമിനായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാ. അത് ഇറ്റലി പോലുള്ള ടീം. അപ്പം ആലോചിക്കാം നമുക്ക് ഇറ്റലിയുടെ പതനം എത്രത്തോളം ഉണ്ടെന്ന്. വളരെ മോശം എന്ന് മാത്രമേ പറയുള്ളൂ. 48 ടീമായിട്ട് ഉയർത്തിയിട്ട് പോലും അത് ഇറ്റലിയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ മോശം ആയിട്ടുള്ള കാര്യമാണ്. 2021 അവർ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് അവർ യൂറോ കപ്പ് എടുത്തു. പക്ഷേ എന്നിട്ട് പോലും അവരുടെ ഗ്രാഫ് പിന്നോട്ടും താഴോട്ടാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വളരെ ഇറ്റലി പറഞ്ഞത് വീര്യത്തോടു കൂടി കയറി വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. കാരണം ലോകകപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റലി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടീമാണ്. എല്ലാവരും ഈവൻ ബ്രസീൽ, അർജൻറ്റീന, പിന്നെ ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ അവർക്കൊക്കെ സപ്പോർട്ടുള്ള പോലെ തന്നെ ഒരു കൂട്ട സപ്പോർട്ടുള്ള ടീം തന്നെ ഇറ്റലിയുടെ ഫുട്ബോൾ നമുക്കറിയാം. ഡിഫൻസീവ് ഫുട്ബോളാണ് അവരൊന്നും കൂടി മുന്നിട്ട് വെക്കുന്നത്. പക്ഷേ ഡിഫൻസീവ് ഫുട്ബോളിൽ കളിക്കുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യും വേണം, ഗോൾ അടിക്കും വേണം. പക്ഷേ ഡിഫെൻഡ് ചെയ്തൊരു കാര്യമില്ല. അപ്പോൾ അവർ ഗോൾ അടിക്കാൻ മറന്നിരിക്കുന്നു. സ്ട്രൈക്കർമാർ കളി മറക്കുന്നു, ഫോർവേഡ് കളി മറക്കുന്നു, ഗോൾ അടിക്കാൻ മറക്കുന്നു. ഇവരുടെ ഡിഫൻസ് ചെയ്തുകൊണ്ട് മാത്രം പോരല്ലോ. അത് ചിലപ്പോൾ അധികം ഗോൾ അവരുടെ വലയിൽ കേട്ടുണ്ടാവില്ല, പക്ഷെ അവരധികം ഗോൾ അടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോഴും പണ്ടത്തെ ഒരു ശൈലി തന്നെ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസീവ് ഫുട്ബോൾ ഇറ്റാലിയൻ ഫുട്ബോളിൽ അഴകെന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് ഫുട്ബോളാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഗോൾ അടിക്കും വേണം. ആ ഗോൾ അടിക്കാൻ അവർ മറന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ ഏതായാലും ഇറ്റലിയുടെ പതനം പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇറ്റലി എന്താ കംബാക്ക് പദ്ധതി വീരത്തോടു കൂടി ഇനി തിരിച്ചു വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.